40 വർഷങ്ങൾക്ക് മുമ്പുള്ള കാവനൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ SSLC ബാച്ചിൻ്റെ ഒരു സംഗമമാണ് ഇന്ന് അതിവിപുലമായ രൂപത്തിൽ ഇവിടെ നടന്നത്. നമസ്കാരം, ഏറനാടൻ നാട്ടുവാർത്തയുടെ NTVയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നാസിഹാം. ഓർമ്മകളിൽ മഴ പെയ്ത് കാവനൂർ GHSS അങ്കണം. ഓർമ്മകളുടെ പെരുമഴക്കാലം സമ്മാനിച്ച് എളയൂരിൽ ചങ്ങാതിക്കൂട്ടം സഹപാഠികൾ ഒരുമിച്ച് കൂടി. ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു തോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലത്തുവാൻ മോഹം, മരമൊന്നുലത്തുവാൻ മോഹം. 1980 മുതൽ 83 വരെ സ്കൂളിൽ പഠിച്ചവരും പഠിപ്പിച്ചവരും ഒത്തുചേർന്നപ്പോൾ ഓർമ്മകളുടെ മലവെള്ളപ്പാച്ചിലായി സംഗമം മാറി. കെട്ടിപ്പിടിച്ചും കൈകൊടുത്തും അഭിവാദ്യം ചെയ്തും മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് കണ്ണീർ പൊഴിച്ചും സംഗമം ചരിത്രമായി. അപൂർവമായ തലമുറകളുടെ സംഗമത്തിന് സാക്ഷിയായ കൃതജ്ഞതയിൽ എളയൂരും. ഏറനാടൻ നാട്ടുവാർത്ത ഇനി പട്ടണമെങ്ങും. കാവനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വേറിട്ടൊരു സംഗമത്തിന് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചു. കാവനൂർ GHSSലെ 1980-83 ബാച്ചിലെ സുഹൃത്തുക്കളും സഹപാഠികളും ഗുരുനാഥന്മാരുമാണ് നിധി പോലെ സൂക്ഷിച്ച സ്കൂൾ ഓർമ്മകളുടെ ഗൃഹാതുരതയിൽ വീണ്ടും ഒത്തുചേർന്നത്. പ്രിയപ്പെട്ട അധ്യാപകരെ ആദരിച്ചും അനുമോദിച്ചും സംഗമം മാതൃകയായി. ഓർമ്മകളുടെ കടലിരമ്പത്തിൽ 40 സംവത്സരങ്ങൾക്ക് ശേഷമാണ് പഴയ 10ാം ക്ലാസ്സുകാർ വീണ്ടും ഒത്തുചേർന്നത്. കാവനൂർ HSS എളയൂരിലെ 1980-83 ബാച്ചാണ് ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. പഴയ സൗഹൃദങ്ങൾ ഒത്തുചേർന്നപ്പോൾ ചാരിതാർത്ഥ്യത്തോടെ പഴയ ഗുരുനാഥന്മാരായ വേണുമാഷ് കാവനൂർ, ആയിഷ ടീച്ചർ അരീക്കോട്, ശശിധരൻ പിള്ള മാസ്റ്റർ, അബ്ദുറഹീം മാസ്റ്റർ, CP സലാം മാസ്റ്റർ, മേരി ടീച്ചർ, ബാലചന്ദ്രൻ മാസ്റ്റർ, ഓഫീസ് അസിസ്റ്റന്റ് ആയിരുന്ന ചന്തു എന്നിവരും ഓർമ്മകളുടെ ചില്ലുജാലകം തുറന്ന് 40 വർഷത്തിനു ശേഷം ചങ്ങാതിക്കൂട്ടം സുഹൃത്തുക്കൾ ഒരുമിച്ചുകൂടി. പരസ്പരം ആശ്ലേഷിച്ചും ഗുരുവര്യന്മാരെ പൊന്നാട അണിയിച്ചും 83-ലെ കാവനൂർ GHSS സ്കൂളിലെ 10ാം ക്ലാസ് സൗഹൃദം ഒരു ദിവസം സാർത്ഥകമാക്കി. മറ്റൊരു 1983 മാർച്ച് മാസത്തിലെ ഒരു സായാഹ്നത്തിൽ കണ്ണീരോടെ പടിയിറങ്ങുമ്പോൾ നമ്മുടെ മുന്നിൽ ശൂന്യമാണ്. ജീവിത സാഹചര്യത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് പലയിടങ്ങളിലായി നമ്മൾ അടിച്ചു. 4 പതിറ്റാണ്ടുകളായി ഇതിനുശേഷം നിയതിയുടെ ഒരു നിയോഗം പോലെ നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. നമ്മെ നാമാക്കി മാറ്റിയ, നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്തേകിയ ഈ പുണ്യഭൂമിയിൽ നമ്മുടെ ഗുരുജനങ്ങൾക്കൊപ്പം, അതെ, നമ്മുടെ കവിയുടെ വാക്കുകൾ അന്വർത്ഥമാക്കുകയാണ്. ഓർമ്മകൾ മേയുന്ന ഈ തിരുമുറ്റത്ത് ഒരു വട്ടം കൂടി. ഏറെ നാളത്തെ നമ്മുടെ മോഹം ഇവിടെ സഫലമാവുകയാണ്. നമ്മൾ ആദ്യം ഇതിന് ജഗദീശ്വരനോട് തന്നെയാണ് നന്ദി പറയേണ്ടത്. ഒരു ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പഴയ 8, 9, 10 ക്ലാസുകളിലെ സൗഹൃദം ഒത്തുചേർന്നപ്പോൾ ഓർമ്മകളുടെ ചില്ലുജാലകം തുറന്ന് അവർ പരസ്പരം ആശ്ലേഷിച്ചു. കാലത്തിന്റെ മഹാപ്രവാഹത്തിനിടക്ക് അനന്തതയിലേക്ക് പ്രയാണം നടത്തിയ പ്രിയ സഹപാഠികളെ ഓർത്തവർ തേങ്ങി. അക്ഷരങ്ങളുടെ മഹാപ്രപഞ്ചത്തിലേക്കു കൈപിടിച്ചുയർത്തി ഗുരുവര്യന്മാർ ചേർത്തുപിടിച്ച് പൊന്നാടയണിച്ചു. അങ്ങനെ തടകെട്ടിയ ഓർമ്മകളെ ഒഴുക്കിവിട്ടു ഗതകാലത്തിലേക്ക് അവർ സഞ്ചരിച്ചു.
1980-83 കാലഘട്ടത്തിൽ കാവനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സഹപാഠികളാണ് നീണ്ട 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംഗമിച്ചത്. കാരുണ്യം പോലുന്ന സ്നേഹസ്വരൂപാനി കാലിന കൈവണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണും ആകാശവും തീയുഹാമിന്റെ അനുഗ്രഹങ്ങൾ. നല്ലതേ തോന്നാവൂ, നല്ലതേ ചെയ്യാവൂ, നല്ലതേ ചൊല്ലാവൂ നിൻ കൃപയാൽ. ഇന്നും നീയുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളണമേ തമ്പുരാനേ. പ്രാണനും ബുദ്ധിയും സ്നേഹവും ശക്തിയും പ്രാണനിൽ പ്രാണനായി നിന്നെയല്ലോ. എന്തിനുമേ ദൈവം നിൻ തിരുനാമവും കാരുണ്യവും, നിൻ തിരുനാമവും കാരുണ്യവും. വിദ്യാഭ്യാസം സാർവത്രികമല്ലാതിരുന്ന കാലത്തും ഏറെ പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് കാവനൂർ എളയൂരിലെ HSS സ്കൂളിൽ 1980 മുതൽ 83 വരെ 8, 9, 10 ക്ലാസുകളിൽ പഠനം നടത്തിയ പഴയ സഹപാഠികൾ 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരുമിച്ചുകൂടി. 40 വർഷത്തിനു ശേഷം ഓർമ്മകളുടെ തിരുമുറ്റത്ത് അവർ സൊറ പറഞ്ഞിരുന്നു. കാലത്തിന്റെ സ്വർണപുസ്തകത്തിൽ സൂക്ഷിച്ചുവെച്ച മയിൽപീലിയണിഞ്ഞവർ സൗഹൃദം പങ്കുവച്ചു. സ്കൂൾ ഹാളിൽ നടന്ന ബാച്ച് സംഗമം സ്കൂളിലെ നിലവിലെ സീനിയർ അധ്യാപിക ആയിഷ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന സഹപാഠി വീരാൻകുട്ടി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കളിയും ചിരിയുമായി 40 വർഷങ്ങൾക്കു ശേഷം അവർ വീണ്ടും ഒരുമിച്ചു. ഓർമ്മകളുടെ കടലിരമ്പത്തിൽ അലിഞ്ഞു ചേർന്ന് പഴയകാലത്തെ സ്കൂൾ കുട്ടികളായി ഔദ്യോഗിക ജോലികളിൽ നിന്നും റിട്ടയർ ചെയ്യാനിരിക്കുന്ന പലരും പരസ്പരം കണ്ടപ്പോൾ കാലത്തിന്റെ യവനികയിലേക്ക് ഓടിപ്പോയ വർഷങ്ങൾ ഓർത്തെടുത്തവർ പരസ്പരം മന്ദഹസിച്ചു. അരീക്കോടിനെയും മഞ്ചേരിയെയും ബന്ധിപ്പിക്കുന്ന അതീവ ദുർഘടമായ റോഡല്ലാത്ത യാതൊരു ഗതാഗത സംവിധാനവുമില്ലാത്ത കാലത്തും ദീർഘദിക്കിൽ നിന്നുപോലും ഏറെ പ്രയാസം സഹിച്ച് പഠനത്തിന്റെ മധുനുകരാൻ നടന്നുവന്ന പഴയ സഹപാഠികൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഓർമ്മകൾ തീർത്ത ചിന്താഭാരത്താൽ കുറെ നേരം നിശബ്ദരായി നിന്നു. പിന്നെ പിന്നെ കുശലാന്വേഷണമായി. ജീവിതത്തിൽ തങ്ങളുടെ നിയോഗം പൂർത്തിയാക്കി പുതിയ ലോകത്തേക്ക് യാത്രയായ സഹപാഠികളെ ഓർത്തെടുത്ത് കണ്ണീർ പൊഴിച്ചും ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ഒരു ദിനം സാർത്ഥകമാക്കി അവർ തങ്ങൾ പഠിച്ച പഴയ കലാലയത്തിൽ ഒന്നുകൂടി വട്ടമിട്ടിരുന്നു. 1983 ശേഷം ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് ചേക്കേറിയ പ്രിയ സുഹൃത്തുക്കളെ അടുത്തിടെയാണ് വാട്സപ്പ് വഴി പരസ്പരം കണ്ടെത്താൻ ശ്രമിക്കുന്നതെന്ന് രാജശ്രീ ടീച്ചർ ഏറനാടൻ നാട്ടുവാർത്തയോട് പറഞ്ഞു. കൂട്ടിവെച്ച സ്വപ്നങ്ങൾ മുഴുവനാക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവർ, നമ്മുടെ യാത്രാവേളയിൽ നമ്മെ വഴിപിരിഞ്ഞ നമ്മുടെ സഹപാഠികൾ, അവർക്ക് വേണ്ടി ഒരിത്തിരി നേരം നമുക്ക് സ്മരണാഞ്ജലികൾ അർപ്പിക്കാം. എഴുന്നേറ്റ് നിന്ന് ഒരു മൗന പ്രാർത്ഥന. സഹപാഠികളായിരുന്ന ജയരാജ്, മനോജ്, പി ശശികുമാർ, രാജശ്രീ ടീച്ചർ, ബീരാൻകുട്ടി തുടങ്ങിയവരാണ് പഴയ സുഹൃത്തുക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിന് മുൻകൈയെടുത്തത്. കാലത്തിന്റെ മഹാപ്രവാഹത്തിനിടക്ക് അനന്തതയിലേക്ക് പ്രയാണം നടത്തിയ പ്രിയ സഹപാഠികളെ ഓർത്തവർ തേങ്ങി. അവരുടെ പേരൊന്ന് സൂചിപ്പിക്കാം അല്ലെ. നമ്മുടെ സയൻസ് അധ്യാപകനായ സലാം മാസ്റ്റർ അരീക്കോട്, ഓഫീസ് അസിസ്റ്റന്റ് ശേഖരൻ, ലാലി കാവനൂർ, നാരായണൻ തിക്കോടൻ, സുശീല ചെങ്ങല, അലീം പീക്ക് നമ്മുടെ സ്കൂൾ പഠിക്കുന്നവരായിരുന്ന അലിയാപ്പു ചെങ്ങല, വാസു കുഴിമുടി, ബാലൻ അയ്യരുടത്തിൽ, രാധാമണി പാലക്കോട്ട് പറമ്പ്, അയ്യപ്പൻ വാഴയിൽ, തങ്കം. ആദ്യം 10ാം ക്ലാസ്സിലെ ഒരു ഡിവിഷൻ മാത്രം ഫോക്കസ് ചെയ്തു മുന്നോട്ടു പോയ കൂട്ടായ്മ പിന്നീട് 1980 മുതൽ 83 വരെ ഉണ്ടായിരുന്ന ABC എന്നീ 3 ഡിവിഷനിലെ കൂട്ടുകാരെ കൂട്ടി വിപുലപ്പെടുത്തുകയായിരുന്നുവെന്ന് സംഗമത്തിന്റെ സംഘാടകരിലൊരാളായ പി ശശികുമാർ ഏറനാടൻ നാട്ടുവാർത്തയോട് പറഞ്ഞു. ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും 1982 ബാച്ചിലെ സഹപാഠികൾ സജീവരാണ്.
HSS എളയൂർ സ്കൂൾ ഹാളിൽ ഒരുമിച്ച് കൂടിയ സംഗമത്തിൽ അന്നത്തെ അധ്യാപകരായിരുന്ന വേണുമാഷ് കാവനൂർ, ആയിഷ ടീച്ചർ അരീക്കോട്, ശശിധരൻ പിള്ള മാസ്റ്റർ, ആയിഷ ടീച്ചർ, അബ്ദുറഹീം മാസ്റ്റർ, CP സലാം മാസ്റ്റർ, മേരി ടീച്ചർ, ബാലചന്ദ്രൻ മാസ്റ്റർ, ഓഫീസ് അസിസ്റ്റന്റായിരുന്ന ചന്തു എന്നിവരെ ആദരിക്കുകയും പൊന്നാട അണിയിക്കുകയും ചെയ്തു. തുടർന്ന് അവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ശശി കുമാറിനെ, രാജു മുതലായ പിണാകുട്ടി മുതലായവര് ഏറ്റെടുത്ത് ഈ ഉദ്യമത്തിനെ വിജയിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന ശശികുമാറിനെ തന്നെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം സ്വാഗത പ്രസംഗത്തിനായി. വേദിയിലിരിക്കുന്ന അധ്യാപക ഗുരുജനങ്ങളെ, അതുപോലെ നമ്മുടെ 80-83 ചങ്ങാതിക്കൂട്ടം, നമ്മൾ സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു 10ാം ക്ലാസ് ബാനറിലാണ് ചങ്ങാതി ഇതുപോലെ കുടുംബസംഗമം കൂടാറ്. ഇവിടെ നമ്മൾ 1980 8ാം ക്ലാസ്സിൽ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിപ്പോഴും ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും കുട്ടികളാണ് കേട്ടോ. കാരണം നമ്മള് അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ആയതാണ്, എങ്കിൽ പോലും ഇന്ന് നമ്മള് കുട്ടികളാണ്. അപ്പോ നമ്മുടെ കൂടെ 80 മുതൽ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളെയും നമ്മൾ ഈ ചങ്ങാതി കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ 8ലും 9ലും ഒക്കെ പഠനം നിർത്തേണ്ടി വന്ന ആളുകൾക്ക് ഇതുപോലെ കൂടാൻ അവസരം കിട്ടാറില്ല. എല്ലാ മീറ്റിങ്ങുകളും 8ാം ക്ലാസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടായത് ഓർമ്മയില്ല. 9ന്റെ ആഭിമുഖ്യത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടായത് ഓർമ്മയില്ല. എല്ലാം 10 അല്ലെങ്കിൽ +2 ഡിഗ്രി അങ്ങനെയുള്ള ഓരോ തലങ്ങളിലാണ് ഉണ്ടാവാറ്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ എല്ലാ ചങ്ങാതി കൂട്ടനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ നമ്മൾ ആദ്യം പഠിച്ച കാലത്ത് ഒരു എത്തിനോടെ നോക്കുകയാണെങ്കിൽ, ആ 80ലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പട്ടിണിയായിരുന്നു നമ്മുടെ കൂടപ്പിറപ്പ്. ഇന്ന് നമുക്ക് അരി പലഹാരങ്ങൾ കഴിക്കാൻ ബുദ്ധിമുട്ടില്ല. പ്രഷറും ഷുഗറും ഉള്ളത് കൊണ്ട് കഴിക്കാൻ പ്രയാസമാണെന്നേ ഉള്ളൂ. പണ്ട് അതല്ലായിരുന്നു. ശർക്കര കിഴങ്ങ്, അതുപോലെ കപ്പ, ഇതൊക്കെയായിരുന്നു നമ്മളുടെ 3 നേരത്തെ ആഹാരങ്ങൾ. അതിൽ നിന്നും മാറി നമ്മളിപ്പോൾ കുറെ കൂടി ഉയർന്ന തലത്തിലേക്ക് നീങ്ങി. അന്ന് പഠിക്കാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. കറണ്ടില്ല, മിക്കവാറും വീടുകളിൽ കറണ്ടുണ്ടായിരുന്നില്ല, നടന്നു പോയിരുന്നു. നമ്മുടെ പഴയ ആ കുട്ടിക്കാലം ഓർമ്മ പുതുക്കിയാൽ മതി. നടന്നു പോകുന്നതുകൊണ്ട് തന്നെ ആരോഗ്യം ഉണ്ടായിരുന്നു, നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. ഇപ്പോ നമ്മളെല്ലാവരും വാഹനങ്ങളിലാണ്, തിരക്കുള്ള ആൾക്കാരാണ്. മൊബൈൽ വന്നതോടുകൂടി നമ്മൾക്ക് എന്തെന്നില്ലാത്ത തിരക്കാണ്. നമുക്കന്ന് മൊബൈൽ ഉണ്ടായിരുന്നില്ല, വാഹനം ഉണ്ടായിരുന്നില്ല, സ്കൂളുകളിൽ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴുള്ള കുട്ടികൾക്ക് സ്വർഗമാണ്. എല്ലാവർക്കും സ്കൂളിൽ ഉച്ചഭക്ഷണം ഉണ്ട്. എല്ലാവിധ മാത്രമല്ല, നമ്മളുടെ വലിയൊരു കഷ്ടം എന്ന് പറഞ്ഞാല് അന്ന് തോൽവി വളരെ കൂടുതലായിരുന്നു. ഇപ്പോഴുള്ള ആളുകൾക്ക് തോൽവി എന്താണെന്ന് അറിയില്ല, തോൽക്കാനാണ് പ്രയാസം. ഏത് സ്കൂളാണെങ്കിലും 99.99% ഒരു സ്കൂളിൽ 1, 2, 3, 4 കുട്ടിയെ തോൽക്കുള്ളൂ. ബാക്കി എല്ലാവരും പഠിക്കുന്നതാണ്. പക്ഷെ ബുദ്ധിപരമായിട്ട് നമ്മളായിരുന്നു അന്ന്. ഇപ്പോൾ അതിനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ മാർക്ക്, പാസ്സാവാനുള്ള മിനിമം മാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. പരീക്ഷ എഴുതാത്തവരും പാസ്സാവും. അതാണ് ഇപ്പോഴത്തെ ഒരു മാനദണ്ഡം. പക്ഷെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അതുകൊണ്ട് അന്ന് എല്ലാവർക്കും 10ാം ക്ലാസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഭൂരിപക്ഷ ആൾക്കാരും 10ാം ക്ലാസ്സോടെ തന്നെ പഠനം നിർത്തിയ ആൾക്കാരാണ്. അന്ന് 13% നമ്മുടെ വിജയശതമാനം. ഇന്നത് 99.99. എന്നാൽ ബുദ്ധിപരമായിട്ട് നമ്മൾ ഒട്ടും മോശമല്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പല രീതികളില്, പല മേഖലകളില്, തൊഴിൽ മേഖലയില് എല്ലാവരും ഏറെക്കുറെ നല്ല രീതിയിൽ എത്തി എന്ന് പറയുന്നത് നല്ലൊരു, എല്ലാവർക്കും അഭിമാനകരമായ കാര്യമാണ്. മിക്ക ആളുകളും
വലിയ മോശമില്ലാത്ത രീതിയിൽ ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ട്. അത് സർക്കാർ തൊഴിലല്ല, ഏത് തൊഴിലാണെങ്കിലും മഹത്വമുള്ളതാണ്. നമ്മൾ ഒരുവിധം എല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാരണം നമുക്ക് സമയബന്ധിതമായത് പിന്നെ വളരെ ദൂരെ നിന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം സമയബന്ധിതമായിട്ട് പോകാനുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമൊക്കെ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. പിന്നെ ഇതിന്റെ തുടർച്ചയായിട്ട് ഞാൻ ഇതിന്റെ ഒരു കൺവീനർ എന്നുള്ള രീതിയിൽ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇതിന്റെ ഒരു തുടർ പ്രവർത്തനമായിട്ട് നമ്മൾ ഒരു ഡയറക്ടറി, ഒരു പുസ്തകം, അഡ്രസ് ബുക്ക് ഇപ്പോൾ ഇത്രയും ആൾക്കാരെ സംഘടിപ്പിക്കാൻ നമുക്ക് സ്വാഗതം ബാലചന്ദ്രമാഷാണ്. ഒന്ന് ക്ലാപ്പ് കൊടുക്കട്ടെ. അപ്പോൾ ഇന്ന് എത്തിച്ചേരാൻ പറഞ്ഞ എല്ലാ ആളുകളും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ഈ പ്രായത്തിൽ ഇപ്പം നമ്മൾക്ക് തന്നെ ഇവിടെ നമ്മളെ കൂടുതൽ ആൾക്കാരെ പിടിച്ചു കേട്ടതാണ്. അപ്പൊ നമുക്കറിയാലോ നമ്മുടെ ടീച്ചേഴ്സിന്റെ പ്രയാസങ്ങൾ. അപ്പൊ ഇത്രയും പ്രയാസം ഉണ്ടായിട്ടും നമ്മുടെ ക്ഷേമം സ്വീകരിച്ചിവിടെ സാറുമാർ എത്തിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി, അപ്പൊ നമുക്ക് ഇനി ഇത്രയും ആൾക്കാരെ നമ്മൾ അന്ന് ഫോൺ നമ്പർ ഇല്ല, അഡ്രസ്സും ഉണ്ടായിരുന്നില്ല. ഇത്രയും ആൾക്കാരെ നമ്മളെ തേടി പിടിച്ച് എത്തിക്കാൻ ഒരു 6 മാസത്തെ ഒരു കഠിന ശ്രമം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് തുടർന്ന് കൊണ്ടുപോകാൻ ഒരു അഡ്രസ് ബുക്ക്, ഒരു ഡയറക്ടറി നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഫോം എല്ലാവരും ഒന്ന് പൂരിപ്പിച്ച് കൊടുക്കണം, ഒരു ഫോട്ടോയും നൽകണം. ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ആളുകൾക്ക് സ്വാഗതം പറയാൻ ആദ്യമായിട്ട് വേണുമാഷ് ഈ സ്കൂളിന്റെ അന്ന് നമ്മൾ പഠിക്കുന്ന കാലത്ത് ഒരു കാരണവരായിരുന്നു. സലാമാഷും വേണുമാഷും ആയിരുന്നു ഈ സ്കൂളിന്റെ നെടുതൂണുകളായിട്ട്. സ്കൂൾ അറിയപ്പെടുന്നത് തന്നെ വേണുമാഷ സ്കൂള് അല്ലെങ്കിൽ സലാമാഷ സ്കൂള്, ആ രീതിയിൽ ഒരു കുടുംബ കാരണവരായിട്ട് അന്നും ഇന്നും നമുക്ക് വേണുമാഷ് ഈ പ്രായത്തിലൊക്കെ ഇവിടെ വന്ന് നമ്മളെ കാണാനും ആശംസ അർപ്പിക്കാനും വന്നത് വളരെ വളരെയധികം സന്തോഷം നൽകുകയാണ്. കാരണം നമ്മളൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു കാര്യം കൂടിക്കാഴ്ച ഉണ്ടാകുക എന്നുള്ളത്. അപ്പൊ നമ്മളുടെ സ്കൂളിലെ കാരണവരും ഇന്നത്തെ ഈ കൂട്ടായ്മയിലുള്ള ഏറ്റവും മുതിർന്ന കാരണവരുമായ വേണുമാഷിനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഐഷ ടീച്ചർ നമ്മുടെ മരിച്ചുപോയ കലാമാഷിന്റെ സഹോദരിയാണ്. അറബി ടീച്ചർ. ഞങ്ങൾ ടീച്ചറെ വീട്ടിൽ പോയപ്പോ ടീച്ചർ ആദ്യം കുറച്ച് പ്രയാസം ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. ഐഷ ടീച്ചറെ വീട്ടിൽ പോയപ്പോ ടീച്ചർ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ടീച്ചർ സംസാരിക്കാൻ അറിയാം, ആ പ്രായമുള്ള ഒരു പ്രായമല്ല, നമ്മളെക്കാൾ സ്മാർട്ടായിട്ട് സംസാരിക്കും. ടീച്ചർ അന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ടീച്ചർ പറയാണ്, ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് മണി ടീച്ചർമാരായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ എച്ച്.എം. രാധാമണി ടീച്ചറായിരുന്നു, ഹിന്ദി മനോമണി ടീച്ചറായിരുന്നു, മലയാളത്തിന് തങ്കമണി ടീച്ചറും മഹിളാമണി ടീച്ചറും. ഒരു മണിക്കിരീടത്തിന്റെ സ്കൂളായിരുന്നു അദ്ദേഹം ടീച്ചർ. അപ്പൊ പറയുമ്പോഴാണ് ഇത്രയും മണിമാര് നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നത്. സുന്ദരിമാരായ ആ സമയത്തുള്ള എല്ലാവർക്കും ഓർമ്മയുള്ള ആ കാലം. ടീച്ചർ പറഞ്ഞപ്പോഴാണ് ആ കാലം ഓർമ്മ ഉണ്ടായത്. ഒരു മണിക്കൂറിലും ഞങ്ങൾ ടീച്ചറെ സംസാരിച്ചു. വളരെ ഒരു സൗഭാഗ്യം തോന്നുന്നത്. അതുപോലെ ടീച്ചർക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം പറയുന്നു. പിന്നെ സീനിയറായുള്ള റഹീമാഷ് അന്ന് നമ്മുടെ ഇടയിലൊരു ബുദ്ധിജീവിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അന്ന് ഇവിടെ ഒരു ഊഹം പറഞ്ഞു കേൾക്കുന്നു, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെ ഇവിടെ ബുദ്ധിജീവി
ഓക്കെ. സാറ് വളരെ കൂടുതൽ സംസാരിക്കാറില്ല, അതുകൊണ്ട് പിന്നെ വഴക്ക് പറയാറില്ല, അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ശാന്ത സ്വഭാവമായിരുന്നു. സാറ് വഴക്കൊന്നും പറയാത്തത് വളരെ ശാന്തമായ പ്രകൃതമായിരുന്നു. റഹിമാന്റെ ഇവന്റിലേക്ക് സാറിന് ചെറിയൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. ഇന്ന് സാറിന്റെ കുടുംബ കൂട്ടായ്മയിലെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പൊ നേരത്തെ പോകുന്നത് പറഞ്ഞിട്ടുണ്ട്. റഹിമാക്ക് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യണം. പിന്നെ ഞങ്ങളുടെ 8, 9, 10 ക്ലാസ്സുകളിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ശശിമാഷ് ഞാൻ വീട്ടിൽ പോയി കുടുംബസമേതം കണ്ടായിരുന്നു. എനിക്ക് എന്തോന്നില്ലാത്തൊരു നിർവൃതി. നമ്മുടെ ശബരിമലയൊക്കെ പോകുമ്പോൾ ശബരിമലയുടെ ആ താഴ്വാരം തന്നെയാണ് മാഷിന്റെ വീട്. നമുക്കൊരു വലിയ എന്തോ ഒരു നേടിയതുപോലെ ഒരു നേട്ടം മനസ്സിൽ സന്തോഷം തോന്നി. അന്ന് എന്റെ കൂട്ടുകാർ കുറെ ആളെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ വിളിച്ചു പറഞ്ഞു, ശശികുമാർ നീ ഭാഗ്യമുള്ളതാണ്, നിനക്ക് ശശിമാഷി കുടുംബത്തെ എല്ലാം കാണാൻ പറ്റിയല്ലോ. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ട്. ഇത്രയും ദൂരത്ത് നിന്ന് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് മാഷിന്റെ മകനും രാകേഷ് ഒന്ന് എഴുന്നേറ്റപ്പോ ശശീന്ദ്ര മാഷിന്റെ മകനാണ്. റാന്നിയില് ബാങ്ക് മാനേജറായിട്ട് ജോലി ചെയ്യാണ്. സ്വാഗതം ശശിമാഷയെയും രാകേഷ് സാറിനെയും സ്വാഗതം ചെയ്യുന്നു. ശശിമാഷിന്റെ അഡ്രസ് നമ്പർ കിട്ടുക എന്നുള്ള വലിയൊരു പ്രയത്നമായിരുന്നു. ഞാനൊരു 20 കൊല്ലമായിട്ട് കൊല്ലത്ത് പോകുന്ന ആളാണ്. പക്ഷെ മാഷിന്റെ നമ്പർ കിട്ടാത്തത് കൊണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഭാര്യ വീട് കൊല്ലത്താണ്. അപ്പൊ പോകുന്ന വഴിയിൽ ഞാൻ ശശിമാഷ് കാണാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ നമ്പർ അറിയാത്തതുകൊണ്ട് അത് തേടി പിടിച്ച് തന്നത് അനിതയാണ്. അനിതയ്ക്ക് ഒരു നല്ല കയ്യടി കൊടുക്കുക. അനിതയാണ് ആ നമ്പറൊക്കെ സംഘടിപ്പിച്ച് അഡ്രസ് സംഘടിപ്പിച്ചിരുന്നത്. അത് അപൂർവമായ അഡ്രസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും കയറി ഇറങ്ങിയിട്ടാണ് ആ മനോജ് ഒരു കത്ത് വിട്ടത് മാഷിനെത്തിയത്. കാരണം പൂർണ്ണമായ അഡ്രസ് ഇല്ലായിരുന്നു. അന്ന് കൊല്ലം ജില്ലയായിരുന്നു ശശിമാഷ് വന്ന സമയത്ത്. നമുക്കറിയാം ശശിമാഷ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. എന്റെ പേര് ശശിധരൻ പിള്ള, കൊല്ലം ജില്ല. ഞങ്ങൾ ശശിമാഷ് എപ്പോഴും ഓർക്കാറാണ്. ആദ്യം പറഞ്ഞത് മനസ്സിലുണ്ട്. പിന്നെയാണ് കൊല്ലവും പത്തനംതിട്ടയും രണ്ട് സ്പ്ലിറ്റ് ആയത്. ഇപ്പൊ പത്തനംതിട്ടയാണ്. മാഷ് ഇത്രയും ദൂരത്തുനിന്ന് പിന്നെ കുടുംബസമേതവും ഭാര്യയും മരുമകളും എല്ലാം കുട്ടികളും വരുന്നു പറഞ്ഞിരുന്നത് ചില അസംഗതിയായി. അതെല്ലാം ശശിമാഷ് പറയും. എന്നാലും ഞങ്ങൾ വളരെയധികം സന്തോഷമാണ്. ഞങ്ങൾക്ക് എന്തൊന്നില്ലാത്ത ഞങ്ങളുടെ 3 വർഷം 10, 8, 9 A ക്ലാസ് പഠിപ്പിച്ച കുട്ടികളെ ഇംഗ്ലീഷും കണക്കും ദിവസം 2, 3 പീരീഡ് എന്നും ഉണ്ടാവും. പ്രത്യേകിച്ച് എന്നെ ഒരു കണക്ക് മാഷാക്കിയത് രൂപാന്തരപ്പെടുത്തിയത് എനിക്ക് ആവേശം നൽകിയതും ശശിമാഷാണ്. എനിക്ക് വളരെയധികം തീർത്താത്ത നന്ദിയും കടപ്പാടും കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മളുടെ ബയോളജി അധ്യാപകനായ ബാലചന്ദ്രൻ മാഷ് നമുക്ക് വളരെ ശാന്തനായിട്ട് നമുക്ക് പേടിയില്ല. അന്ന് പഠിക്കുന്ന കാലത്ത് എന്താണോ അടിക്കാത്ത മാഷന്മാരെ ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അങ്ങനെ അക്കൂട്ടത്തിൽപ്പെട്ടാണ് നമുക്ക് ഒരു റിലാക്സ് ആയിട്ട് മറ്റു മാഷന്മാരും പോകുമ്പോഴേ ശ്വാസം ശരിക്കും വീഴുക. കണക്ക് മാഷൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും. പക്ഷെ ശശിമാഷ് നമുക്ക് ഒത്തിരി സ്നേഹം നൽകിയതുകൊണ്ട് ഒരു ഭയം, ഭക്തി, ബഹുമാനം കൂടി ഞങ്ങളുണ്ടായിരുന്നു. അതെ, വാദ്രമാഷ് നമുക്ക് വളരെ സൗഹൃദം നൽകിയ ബയോളജിയിൽ നമുക്ക് നല്ല ഒരു അടിത്തറ ഉണ്ടാക്കിയ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഹിസ്റ്ററി ടീച്ചർ
ഹിസ്റ്ററി നമുക്ക് ജോഗ്രഫി ആയിട്ട് പ്രഗത്ഭരായ 2 ആൾക്കാരുണ്ടായിരുന്നു. മേരി ടീച്ചറും അതുപോലെ കലാമാഷും. മേരി ടീച്ചർ 10 ബിയിൽ ക്ലാസ് ടീച്ചറും കൂടിയായിരുന്നു അല്ലെ? 10 സിയിലോ 10 ബിയില് 9 ബിയില് ഈ ചങ്ങാടിക്കൂട്ടത്തിന്റെ ക്ലാസ് ടീച്ചർ കൂടിയായിരുന്നു. വളരെ സൗമ്യമായിട്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ആ ടീച്ചറിനെ ഇവിടെ എത്തി വളരെയധികം സന്തോഷം. ടീച്ചറിനെ ഈ ചങ്ങാടിക്കൂട്ടത്തിന്റെ പേരിൽ സ്വാഗതം അറിയിക്കുകയാണ്. അതുപോലെ അന്ന് നമുക്ക് വളരെ സ്മാർട്ടായിട്ട് നമ്മുടെ സലാമാഷ് 2 സലാമാഷ് ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു വലിയ സലാമാഷും ചെറിയ സലാമാഷും. നമ്മുടെ ഫിസിക്സ് പഠിപ്പിച്ചിരുന്ന സ്കൂളിന്റെ HM ഇൻചാർജ് കൂടി ആയിരുന്ന സലാമാഷ് ഉണ്ടായിരുന്നു. സാറ് മരിച്ചുപോയി. പിന്നെ ഉണ്ടായിരുന്ന നമ്മളുടെ ഹിസ്റ്ററി ടീച്ചർ മാഷായിരുന്ന സലാമാഷ്. മാഷ് വളരെ സ്മാർട്ടായിട്ടായിരുന്നു, വളരെ ലൈവായിട്ടായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ തിളങ്ങി നീരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സലാമാഷ്. ഹിസ്റ്ററി വളരെ സരസമായിട്ട് ഹിസ്റ്ററിയൊക്കെ സാറ് പഠിപ്പിക്കുമ്പോഴാണ് അതിന്റെ ആ ലൈവായിട്ട് ഓരോ വളരെ ആക്ഷൻ ആയിട്ട് പഠിപ്പിച്ചിരുന്ന ആ ഓർമ്മ ഒരു 40 കൊല്ലം ഒന്ന് പഴപ്പോട്ട് പോകുമ്പോൾ നമുക്കത് നമ്മുടെ മനസ്സിൽ സ്ക്രീനിൽ തെളിഞ്ഞു വരും. സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അതുപോലെ നമ്മളുടെ പ്രിയങ്കരനായ ഉറുദു അധ്യാപകൻ ആയ അബ്ദുറഹ്മാൻ മാസ്റ്റർ സാറ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ടോ അല്ലെങ്കിൽ പ്രീ പീരിയഡിലൊക്കെ ക്ലാസ്സിലോട്ട് ഉറുദു ക്ലാസ് അല്ല നമ്മളുടെ ക്ലാസ്സുകളിൽ വന്നിരുന്നു. നമുക്ക് സുപരിചിതനാണ്. പലപ്പോഴും പ്രീ പീരിയഡിലൊക്കെ സാറ് വന്ന് നമുക്ക് പല ഉപദേശങ്ങളും കാര്യങ്ങളും ആ കാര്യത്തിലൊക്കെ വളരെ ഒരു സിൻസിയർ ആയിട്ടുള്ള സാറാണ്. നമുക്ക് നല്ല ഉറുദു നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും നമ്മളുടെ ഉറുദു സാറായ അബ്ദുറഹ്മാൻ സാറ് നമുക്ക് സുപരിചിതനാണ്. സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പിന്നെ ഇന്ന് നമ്മളുടെ ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞിരുന്നത് ഈ സ്കൂളിലെ HM ആയ സോമൻ മാഷായിരുന്നു. മാഷിന് ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട്, അപ്പോ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ല ചെറിയൊരു സംശയം പറഞ്ഞിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ പിന്നെയുള്ള സീനിയർ ടീച്ചറായ ഇൻചാർജായ കാവലൂരുള്ള നമ്മുടെ നാട്ടുകാരിയായ ആയിഷ ടീച്ചറാണ് നമ്മുടെ ഇന്നത്തെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇത് ആയിഷ ടീച്ചർ ഞങ്ങളൊരു കുടുംബത്തിൽപ്പെട്ടാണ്. ഞങ്ങൾ കണക്ക് ടീച്ചറാണ്. ഇടയ്ക്കിടയ്ക്ക് സബ് ജില്ലയിലെ ക്ലസ്റ്ററിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കാണാറുണ്ട്. ആദ്യകാലങ്ങളിൽ ഇറങ്ങാൻ 2-3 മാസം കൂടുമ്പോഴൊക്കെ ഒരുമിച്ച് കണ്ട് ഞങ്ങൾ നിൽക്കുന്നതാണ്. ടീച്ചറെ ഈ വേദിയിലെത്തിയത് വളരെയധികം സന്തോഷം. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ കുടുംബ സംഗമത്തിന്റെ അധ്യക്ഷൻ സ്ഥാനം അലങ്കരിക്കുന്നത് അന്ന് നമ്മള് മുതിർന്ന ആള് നമ്മുടെ വീരാൻകുട്ടി, നമ്മുടെ ചേര വഴക്കുമലുണ്ടായിരുന്ന വീരാൻകുട്ടി, നമ്മുടെ കൂട്ടുകാരനായ വീരാൻകുട്ടിയാണ് ഇതിന്റെ അധ്യക്ഷൻ. നമ്മളുടെ ഏറ്റവും സീനിയർ വീരാൻകുട്ടിയാണ് ആയിരിക്കും. കാരണം വീരാൻകുട്ടിക്ക് ഒരു അപകടം സംഭവിച്ച് കുറച്ച് സമയം ക്ലാസ് ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു. ഒരു വർഷം മിസ്സായിരുന്നു. അപ്പൊ നമ്മളെക്കാളും ഒരു വർഷം കൂടി വീരാൻകുട്ടിക്ക് സീനിയോറിറ്റി ഉണ്ടാവും. പിന്നെ അതുപോലെ ഇതിന്റെ അവതരണം നമ്മുടെ കഴിഞ്ഞ ദിവസം നല്ല ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഇതിന്റെ ഇതായിട്ട് നമുക്കറിയാം നമ്മുടെ രാജശ്രീ ഏറ്റവും ഭംഗിയായിട്ട് അത് നിർവഹിച്ചു. അവതാരകയായിട്ട് രാജശ്രീ. അതേപോലെ നമ്മുടെ എറണാകുളം നാട്ടുവാർത്തയുടെ ക്യാമറാമാൻ നമ്മളുടെ പ്രിയ സുഹൃത്താണ് അങ്ങേർക്കും. അതുപോലെ നമ്മുടെ അയ്യപ്പൻ പൂളക്കൽ എന്നവരുടെ മകൻ ആണ് ഇവിടുത്തെ ഇന്നത്തെ ഫോട്ടോ എടുക്കുന്നത്. നമ്മുടെ പ്രിയ സുഹൃത്ത് വിഷ്ണുവിനും ഇന്ന് ഈ ഒരു കുടുംബ സംഗമം മനോഹരമാക്കാൻ വളരെ പ്രയാസപ്പെട്ട് എത്തിച്ചേർന്ന എല്ലാ ചങ്ങാതി കൂട്ടങ്ങൾക്കും
നമ്മളുടെ 83 ചങ്ങാതിക്കൂട്ടത്തിന്റെ പേരിൽ ഞാൻ കൃത്യമായിട്ട് സ്വാഗതം അർപ്പിക്കുകയാണ്. ഇന്ന് സ്ത്രീകളൊക്കെ ഒരുപാട് ദൂരന്ന് ആണുങ്ങൾ അധികം വഴിയാവും. ആണുങ്ങളിൽ കുറച്ച് ദൂരമുള്ളതാണ് ഞാൻ രാമനാട്ടേരിയാണ് ഇപ്പൊ താമസിക്കുന്നത്. ഒരു 20 വർഷമായിട്ട് സ്കൂള് അരീക്കോട് മൂർക്കനാട് സ്കൂളിലാണ് കണക്ക് പഠിപ്പിക്കുന്നത്. എന്റെ വൈഫ് അവിടെ ചേലയാമ്പ്ര സ്കൂളിൽ ആയതുകൊണ്ടും താൽക്കാലികമായിട്ട് 20 വർഷമായിട്ട് അവിടെ നിന്നാണ് ഇപ്പോ വന്നുകൊണ്ട് പോയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇന്നത്തെ ഈ സ്നേഹ സംഗമവും കുടുംബ സംഗമവും വളരെ മനോഹരമാക്കാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാ ചങ്ങാതിമാർക്കും എന്റെ പേരിലും നമ്മുടെ ചങ്ങാതിക്കൂട്ടത്തിന്റെ പേരിലും സ്വാഗതം അർപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇന്ന് അവസാനം വരെ ഈ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു ലൈവ് ഓർക്കസ്ട്ര, നമ്മുടെ കുറെ പാട്ടുകാരെ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ഒരു ലൈവ് ഓർക്കസ്ട്ര ആയിട്ട് നമ്മുടെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു 1-1.5 മണിക്കൂർ നമുക്ക് ലൈവായിട്ട് ഒരു പാട്ട് മ്യൂസിക് ഒക്കെ ആസ്വദിച്ച് പോകണം. ഈ ഓർമ്മ നമുക്ക് 40 വർഷത്തെ ഈ ഓർമ്മ ഇനിയും ഇതുപോലെ 40 വർഷം കൂടി നമ്മൾ ജീവിക്കുന്നു വിചാരിക്കുക. അല്ല 100 പ്രതീക്ഷിക്കാലോ. അങ്ങനെ നമുക്ക് മരിക്കോളൂ. നമുക്ക് നല്ലൊരു ഓർമ്മ നൽകുന്ന ഒരു ദിവസമാകട്ടെ ഇന്നത്തെ ചടങ്ങ്. ഇതിന്റെ ഒരു സംഘാടകൻ എന്ന നിലയ്ക്ക് ഞാൻ കുറച്ച് സമയം കൂട്ടിയെടുത്തതാണ്. നമുക്ക് എല്ലാവർക്കും പരിമിതമായ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ടീച്ചേഴ്സും സംസാരിക്കണം. എല്ലാവരുടെയും സമയവും സൗകര്യവും പരിഗണിച്ച് പിന്നെ ഇന്ന് ചെറിയ അസൗകര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമുക്കിവിടെ കയറാൻ ചെറിയ അസൗകര്യം, ചായ എത്തിയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒറ്റ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ പ്രിയങ്കരായ കൂട്ടുകാരൻ വീരാൻകുട്ടി അവരുടെ ക്ഷണിക്കുന്നു.